क्या बोल रहे? ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് മോണന്മാർ. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ബാംഗ്ലൂരാണ്. ഗൈഡ് ചെയ്ത് കൊടുക്കാൻ വന്നിരിക്കുന്നതാണ്. ഇത് രുദ്രയുടെ സ്റ്റോറിയാണ്. രുദ്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഇയറിൻ്റെ അടുത്തുള്ള ഒരു ബെൽജിയം മെലിനോയ്സ് ഇനത്തിൽ പെടുന്ന ഡോഗാണ്. ഇവൻ്റെ സ്ഥലം ബാംഗ്ലൂരാണ്. നമ്മളെ ഇവർ സമീപിക്കാനുള്ള കാരണം ഇവൻ്റെ അഗ്രഷൻ, കുറച്ച് ബിഹേവിയറിങ് ഇഷ്യൂസുകൾ, വീട്ടിൽ തന്നെ ഒരു ആൽഫ ക്യാരക്ടറാണ് ഇവൻ. ആളെ ഹസ്ബൻഡിന് മാത്രമാണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. വൈഫിൻ്റെ അടുത്ത് പോലും ഒരു ഡൊമിനൻ്റായിട്ട് ചെയ്യണം. നമ്മൾ എന്തെങ്കിലും കറക്ഷൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഡൊമിനൻ്റ് ആവുകയാണ് ഇവൻ. അവർ 3 മെമ്പേഴ്സാണ് ഉള്ളത്. അവരുടെ മകള്, അവർ 2 പേര്. ഇവരെ ഫാദറിൻലോ, മദറിൻലോ, ഫാദർ, മദർ ഇവരൊക്കെ കാണുന്ന തന്നെയാണ് ഡോഗ് ഫസ്റ്റിൽ ബൈറ്റ് ചെയ്യാൻ പോയത് അവരെ ഫാദറിലോ തന്നെയാണ്. ചെറുപ്പം തൊട്ട് ഇവനെ കണ്ടിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇവനും കാം ആൻഡ് ക്വയറ്റ് തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും ഈ ഉണ്ണീനെ എടുക്കാൻ നോക്കുക, അതൊന്നും ഇവൻ സമ്മതിക്കുന്നതല്ല. നല്ല ഒരു അറ്റാച്ച്മെൻ്റാണ് അവർ തമ്മിൽ. ആ കുട്ടീനെ വളരെ പ്രൊട്ടക്റ്റീവാണ് ഇവൻ, ആ ചേച്ചീനെ ആണെങ്കിലും. അപ്പോൾ ഹസ്ബൻഡ് ഇല്ലാത്ത സമയത്താണെങ്കിലും അവർക്ക് ഒറ്റയ്ക്ക് ഇവനെ പുറത്ത് കൊണ്ടുപോയിട്ട് ഇവൻ്റെ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് വരാം. ഇപ്പോൾ പൊട്ടി ചെയ്യുക, യൂറിൻ ചെയ്യുക അതിന് പറ്റില്ല. അപ്പോൾ ഒരു ഹ്യൂമൻസ് അടുത്തുകൂടെ പോയാലും ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും അറിയാം, ഇങ്ങനെ പെറ്റുകൾ നിറയെ ഉണ്ടാവും, ഈ സ്ട്രീറ്റ് ഡോഗുകളും നിറയെ ഉണ്ടാവും. അപ്പോൾ അതിലൊക്കെ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും. മൂവിങ് ആയിട്ടുള്ള എന്ത് ഒബ്ജക്റ്റീവുമേക്കും അവൻ നല്ലപോലെ റിയാക്ട് ചെയ്യും. അപ്പോൾ 5 ഡേയ്സിനുള്ളിൽ അവർക്ക് ഓഫ് ലിസ്റ്റിൽ നിർത്തുക, പിന്നെ ബിഹേവിയറിങ് കൺട്രോൾ ചെയ്യാനൊക്കെയാണ് നമ്മൾ റെഡിയാക്കി കൊടുത്തത്. അതിൻ്റെ ഇടയിൽ ഇവരെ വൈഫിൻ്റെ ഒപ്പം നമ്മൾ നോക്കിയിട്ട് അത്ര നല്ല രീതിയിൽ ഇവൻ നടക്കണില്ല. അത് നല്ല രീതിയിൽ അവർക്ക് ഹാൻഡിൽ ചെയ്യാനും ഈ ഒരു 5 ഡേയ്സിൽ പറ്റാത്ത കാരണമായിരിക്കും. പക്ഷേ ഹസ്ബൻഡ് നല്ല രീതിയിൽ തന്നെ എത്ര സ്ട്രീറ്റ് ഡോഗുകളുടെ ഇടയിൽ എത്ര ഡിസ്ട്രാക്ഷനിലും നല്ല രീതിയിൽ തന്നെ ഇവനെ 5 ഡേയ്സിൻ്റെ ഉള്ളിൽ നടത്താൻ പറ്റും. അപ്പോൾ അവർ പറഞ്ഞു ഒന്നും കൂടി ഇവനെ നല്ല രീതിയിൽ വാഗ്യേനെ കണ്ടപ്പോൾ അവർക്ക് നല്ല ഇമ്പ്രസ്ഡായി. വാഗ്യേനെ പോലെ ആക്കി തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ ഒരു വർക്കിന് വരുമ്പോൾ ഉണ്ടായിരുന്നത് തിരുവനന്തപുരത്ത് നിന്നുള്ള ആണ് നമ്മൾ യാത്ര തിരിച്ചത്. അമിഗോ, ഗോകുല്, ഞാൻ, ഭാഗ്യമാണ് ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് നമ്മൾ പോകാൻ പോണത് മുംബൈയിലോട്ടാണ്. അപ്പോൾ നമുക്ക് അമിഗോനെ കൊണ്ടുപോകാൻ പറ്റില്ല, അവൻ്റെ ടൈപ്പിങ്ങൊക്കെ ഉണ്ട്. അവരുടെ വീട്ടുകാരൊക്കെ ഭയങ്കര സങ്കടത്തിലാണ് അവനെ കൊണ്ടുപോകുമ്പോൾ. പക്ഷേ എന്നിരുന്നാലും ഈ ചേച്ചീനൊക്കെ ഇവൻ നല്ല രീതിയിൽ അഗ്രസീവായിട്ട് കടിക്കാൻ പോട്ടെ. അതായത് അവർ നല്ലൊരു കറക്ഷൻ ചെയ്യുകയാണെങ്കിൽ. അമിഗോ നല്ല ആക്റ്റീവാണ് ഇവൻ. അവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെയുള്ള ബാംഗ്ലൂർ വരെയുള്ള യാത്രയിൽ തന്നെ സിറ്റ്, ഡൗൺ, സ്റ്റേ, സ്പീക്ക്, ക്രൈറ്റ്, പോട്ടി ട്രെയിനിങ് എല്ലാം പഠിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 3 മെമ്പേഴ്സായിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. ഓൾറെഡി ഒരാളും കൂടി നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്യും ഡോഗിൻ്റെ ട്രെയിനിങ് ഒക്കെ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് 3 ആൾക്കാരും 3 ഡോഗ്സും ഇതിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവർ 2 ആളെയും നമ്മുടെ ഒപ്പം വയ്ക്കാം. പല സ്ഥലത്തും രുദ്രേനെ നിർത്തി സോഷ്യലൈസേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് അവൻ്റെ മാസ്ക് ഊരിയിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റില്ല. നാളെയാണ് നമ്മുടെ ഒപ്പമുള്ള മറ്റേ സ്റ്റുഡൻറ്റ് വരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഒപ്പം മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള ചെക്കൻ തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും ഇവനെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം. പുറത്തുള്ള ആരായിട്ട് ഇവൻ അത്ര പെട്ടെന്നൊന്നും അറ്റാച്ച്മെൻ്റ് ആവില്ല. നമ്മൾ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ഗോകുല് അവിടെ ഉള്ളപ്പോൾ തന്നെ അവനൊരു വട്ടം ബൈറ്റ് ചെയ്യാൻ നോക്കി. അതുകൊണ്ട് തന്നെ അവൻ്റെ ഉള്ളിലൊരു ഫിയർ ഉണ്ട്. അങ്ങനെയുള്ളൊരു ഇമോഷൻ ഉള്ളിൽ വെച്ചിട്ട് ഒരിക്കലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ബ്രീഡല്ല ബെൽജിയം മെലിനോയ്സ്. നല്ല ഐക്യം, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ബ്രീഡാണ്. നമ്മുടെ ഹാർട്ട് ബീറ്റ് മാറിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇമോഷൻ മാറും, ബോഡിയിലത്തെ മെറ്റബോളിസം ചേഞ്ച് ആവും. വേർപ്പ് ഗ്രന്ഥികളിലൂടെ പല ഇതിലൂടെ ഇവർക്ക് അറിയാൻ പറ്റും ഫെറമോണിലൂടെ നമ്മുടെ ഇമോഷൻസുകൾ എന്താണെന്നൊക്കെ. അപ്പോൾ കെയർഫുള്ളി വേണം ഇവനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ ഒരു ഫോക്സി എന്ന് പറയുന്ന ഒരു ആള് ആണ്, കുറുക്കനാണ് ആള്. നമുക്ക് ചെറുപ്പത്തിൽ ഇവിടെ കിട്ടിയതാണ്. നമ്മുടെ ഇവിടെ ഫാമിൻ്റെ അവിടെ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഫാമിലാണ് നമ്മളൊന്ന് സ്റ്റേ ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്, മുംബൈയിലോട്ടുള്ള യാത്ര പോകാനായിട്ട് മുമ്പ്. അപ്പോൾ റണ്ണിങ്ങിൻ്റെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് നിർത്തി. ഇത് നമുക്ക് പണ്ട് കിട്ടിയിട്ടുള്ള ഒരു ഫോക്സാണ്. ഫോക്സി എന്നാണ് അവളുടെ പേര് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഇവളിപ്പോൾ എല്ലാ ദിവസവും 11 മണിയാകുമ്പോൾ ഇങ്ങോട്ട് വരും. ഇന്നിപ്പോൾ രുദ്രയും ഭാഗ്യനെയും കൊണ്ടിട്ട് ഞാനിവിടെ കാറിൻ്റെ അടുത്തിരിക്കുകയാണ്, കന്നഡിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട്.
അപ്പോൾ അവൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റണില്ല. അപ്പോൾ ഉള്ളിലേക്കാക്കി അവൾക്കൊരു ചിക്കൻ പീസ് ഉണ്ട്, അതങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൾ പോകും. ഡെയിലിയുള്ള റൊട്ടീനാണിത്. പിന്നെ പിറ്റേ ദിവസം മോർണിംഗ് നമ്മുടെ രുദ്രനെ കുറേ ഡോഗ്സുകളുണ്ട് ഇവിടെ, അവരൊക്കെ ആയിട്ട് സോഷ്യലൈസേഷൻ ചെയ്യാണ്. നമ്മൾ വന്നതറിഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. ഇന്നും കൂടി ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ പോകാമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവരവരുടെ ഡോഗിനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ ക്യാമ്പയിൻ ചെയ്യുന്ന ഒരു ഡേ ആയ കാരണം കൊണ്ട് നമ്മളത് മിസ് ചെയ്യുന്നില്ല. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ സൗത്ത് ഇന്ത്യയിലേക്ക് വന്നത്. നമ്മളിന്ന് കൂടി നിന്ന് നല്ല രീതിയിൽ രുദ്രയുടെ സോഷ്യലൈസേഷനും കാര്യങ്ങളൊക്കെ ശരിയാവും. പിന്നെ പുതിയ പയ്യനും കൂടി വരില്ലെന്ന് പറഞ്ഞാൽ അവനും കൂടി നല്ല രീതിയിൽ രുദ്രയായിട്ട് അറ്റാച്ച്മെൻ്റ് ആവാൻ പറ്റും ഇന്നത്തെ ഒരു ഡേയിൽ. ഇപ്പോൾ ഹസ്കികളും നമ്മുടെ ഫ്രണ്ടിൻ്റെ ഡോഗും കൂടിയിട്ട് ഇവിടുത്തെ കോഴികളൊക്കെ പിടിക്കുന്നുണ്ട്. കോഴികളെ നോക്കണ ആശാൻ വന്നിപ്പോൾ പ്രശ്നം ഉണ്ടാവുമെന്നാണ് നമുക്കറിയാം. നമ്മുടെ ഡോഗുകളാണെന്നാണ് വിചാരം. ഭാഗ്യ ആദ്യം ഇങ്ങനെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കൊടുത്തു ഇവർ തന്നെയാണ്. അപ്പോൾ ആൾ ചോദിക്കുന്നത് വീഡിയോ പിടിക്കാണ്ടൊന്ന് വന്ന് പിടിക്കണ്ടേ, പക്ഷേ എനിക്ക് വരാൻ പറ്റില്ല. ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ രുദ്ര വരും. ഇവരായിട്ട് അത്ര അറ്റാച്ച്മെൻ്റ് ആയിട്ടില്ല. ഇവർ രണ്ടാളും ഈ റൂമിലാണ്. ഗോകുലായിട്ടുണ്ടെങ്കിലും നമ്മുടെ പുതിയ അമലായിട്ടില്ല. അപ്പോൾ ഞാൻ അങ്ങോട്ട് വന്ന രുദ്ര വന്ന പ്രശ്നവും ആ ഡോഗുകൾ പ്രൊവോക്ക് ചെയ്യുമ്പോൾ അവൻ പല രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യും. പക്ഷെ ആ കാരണത്തിൽ ഭയങ്കര പാവമാണ് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ രുദ്രയുടെ ഫസ്റ്റ് പാർട്ടിലുള്ളത്. നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. ഇനിയുള്ള നമ്മുടെ മുംബൈ വരെയുള്ള യാത്രയിലുള്ള സോഷ്യലൈസേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പല വീഡിയോകളും നമ്മൾ ഇടാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിൽ പറയുക. ഡോഗിനെ എടുത്തിട്ടുള്ള ട്രാവലിങ് ഇപ്പോൾ രുദ്ര നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായിരിക്കുകയാണ്. നമ്മുടെ ഭാഗ്യ നെക്സ്റ്റ് നമ്മൾ പോണ ഒരു ട്രെയിനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. ബൈ.